സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ 6 അത്ഭുതങ്ങൾ. അതിലൊന്നാമത്തെ അത്ഭുതങ്ങൾ നമ്മൾ ഇന്നലെ ചിന്തിച്ചു. സ്തോത്രം, ഗെനസറേത്ത് തടാകത്തിലെ അത്ഭുതം. ഇന്ന് രാത്രിയിലും നമ്മൾ സ്തോത്രം ചിന്തിക്കുന്നത് രണ്ടാമത്തെ അത്ഭുതത്തിലേക്കാണ്. ആമേൻ. ഇന്ന് രാത്രി കൊണ്ട് അത് 26 നമുക്ക് പോകാനൊക്കത്തില്ല. എങ്കിലും രണ്ടാമത്തെ അത്ഭുതത്തിലേക്ക് നമുക്കിന്ന് രാത്രി വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ലൂക്കോസ് 7-ന്റെ 11 മുതൽ 16 വരെയുള്ള അത്ഭുതങ്ങൾ വാക്യങ്ങൾ. പിറ്റന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിൻ്റെ വാതിലിനോടടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരാ, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. സ്തോത്രം. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു, സംസാരിപ്പാൻ തുടങ്ങി. അവനെ അമ്മയ്ക്ക്, അടുത്ത വാക്ക് എന്താ എഴുതിയിരിക്കുന്നത്? ഏൽപ്പിച്ചു കൊടുത്തു. അതെന്താ അങ്ങനെ എഴുതാനുള്ള കാരണം? ഏൽപ്പിച്ചു കൊടുത്തത് എന്താ? ആരാ ഏൽപ്പിച്ചു കൊടുത്തേ? യേശു മരിച്ചവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. അവിടെ ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ പുറകിൽ ലളിതമായ ഒരു കാര്യമേ ഉള്ളൂ. യേശു പറയാതെ പറയുക, നീ നഷ്ടപ്പെട്ടെന്ന് കരുതിയതിനെ ഞാൻ നിനക്ക് മടക്കി തന്നിരിക്കുകയാണ്. ഒരാമൻ പറഞ്ഞാട്ട്. ഏൽപ്പിച്ച് കൊടുത്തെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അടുക്കാൻ പേടിയായതുകൊണ്ട് ഇന്നാ പിടിച്ചോ, നിൻ്റെ മോനാ, ഇത് ഭൂതവും പ്രേതവും ഒന്നും അല്ല എന്ന് പറഞ്ഞ് കൈപിടിച്ചു കൊടുത്തതെന്നല്ല അതിൻ്റെ അർത്ഥം. നീ നഷ്ടപ്പെട്ടെന്ന് കരുതിയത്, സ്തോത്രം, പട്ടണത്തിൻ്റെ പുറത്ത് പോകുമെന്ന് കരുതിയത്, ഇനി നീ തിരിച്ച് കാണത്തില്ലെന്ന് കരുതിയത്, സ്തോത്രം, ഇനി ഒരു മറുപടി ഇല്ലെന്ന് ചിന്തിച്ച വിഷയത്തെ എടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, വേണ്ടേ, നിൻ്റെ ഈ വിഷയം ഞാൻ പരിഹരിച്ച് തന്നിട്ടുണ്ട്. ഈ 12-ാം രാത്രിയിലും അതിനൊരു ആമേൻ പറയണം. കൈവിട്ടു പോയെന്ന് പറയുന്ന വിഷയത്തെ മടക്കി തരുന്നവനാണ് നമ്മുടെ ദൈവം. ഇല്ലെന്ന് പറയുന്നിടത്ത് ഉണ്ടെന്ന് പറയുന്നവനാണ് നമ്മുടെ ദൈവം. കഴിയത്തില്ലെന്ന് പറയുന്നിടത്ത് കഴിയുമെന്ന് പറയുന്നവനാണ് നമ്മുടെ ദൈവം. ഈ രാത്രിയിൽ ആ കർത്താവ് നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. സ്തോത്രം. ആ പദം എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചൊരു പദമാണ്. അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇതിനു മുമ്പ് ആ അമ്മ ആ മകൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ ആ മകൻ്റെ കൈ തണുത്ത് വിറങ്ങലിച്ച കൈയായിരുന്നു. പക്ഷെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ആ കൈ ജീവനുള്ള കൈയായിരുന്നു. ഇന്ന് രാത്രി അങ്ങനെ ചില വ്യത്യാസങ്ങൾ. ഈ 12-ാം രാത്രി എത്ര പേര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും? ഇന്നലെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത അതല്ല ഇന്ന് രാത്രി ഞാൻ അനുഭവിക്കാൻ പോകുന്നത്. ഇന്നലെ ഞാൻ കണ്ട സാഹചര്യമല്ല ഇന്ന് രാത്രി ഞാൻ കാണാൻ പോകുന്നത്. എൻ്റെ ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. എൻ്റെ ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ പ്രകൃതിക്ക് മാറ്റമുണ്ടാകും. എൻ്റെ ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ സകല മേഖലകൾക്കും മാറ്റമുണ്ടാകും. നമ്മൾ ആമേൻ വിഷയത്തിലേക്ക് ഇന്ന് രാത്രി വരുമ്പോൾ, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ എത്ര പേരെ ഉയർപ്പിച്ചിട്ടുണ്ട്? വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചതായി നമുക്കറിയാം. പ്രവാചകന്മാരും ഒക്കെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ശുശ്രൂഷയിൽ യേശു ഉയർപ്പിച്ചിട്ടുണ്ട്. സഭയുടെ കാലഘട്ടത്തിൽ ആദിമസഭയിൽ അപ്പോസ്തോലന്മാർ ഉയർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ നമ്മുടെ വിഷയം ഇവിടെ നിൽക്കുന്നത് കൊണ്ട് യേശുവിൻ്റെ കാലഘട്ടം 3.5 വർഷത്തിനിടയിലെ തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു എത്ര പേരെ ഉയർപ്പിച്ചിട്ടുണ്ട്? ഈ അറിവാണ് അടിസ്ഥാനം. 2 ആരെങ്കിലും ഉണ്ടോ കൂട്ടുപിടിക്കാൻ? ആരോട് പറഞ്ഞെങ്കിലേ മുമ്പോട്ട് പോത്തു. അത് നിങ്ങൾ തമ്മിൽ പറയാം, ഇങ്ങോട്ട് പറ. ടാറ്റ കാണിക്കല്ലേ, പറ. എത്ര? 2, 3 ആയി, 2 ആയി. ഇനി അതർ സജഷൻസ്?
ഉണ്ടോ? 4. 2 പറഞ്ഞാലും കുഴപ്പമില്ല. ഈ 4 പറഞ്ഞാൽ 4-മത്തെ ആരാത് പറയണം? എത്ര പേരെയാ? 3 പേരെയാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഉയർപ്പിച്ചിട്ടുള്ളത്. 1 യായിറോസിൻ്റെ മകളെ, 2 നമ്മൾ വായിച്ച നൈനിലെ വിധവയുടെ മകനെ, 3 ലാസർ. ഈ 3 പേരെയാണ് യേശു ഉയർപ്പിച്ചത്. യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചത് നിങ്ങൾ എഴുതുന്നവർ എഴുതിക്കോ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 26 വരെയും, മർക്കോസിൽ 5-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 43 വരെയും, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 40 മുതൽ 56 വരെയുമുള്ള ഭാഗങ്ങളിലാണ് 3 സുവിശേഷകന്മാർ ആ അത്ഭുതത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിലും, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലും, ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലും ആ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമത് ചിന്തിച്ചത് നൈനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചതാണ്. 3-ാമത് ബഥാനിയിലെ ലാസറിനെ, അത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 44 വരെയുള്ള ഭാഗങ്ങളിലാണ് ലാസറിനെ ഉയർപ്പിച്ചത്. ഈ 3 ഉയർപ്പിക്കലുകളും സ്തോത്രം നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഇതിൽ 3ലും വിളിച്ചു പറയുന്ന ഒറ്റ സത്യമുണ്ട്. ഒരേ ഒരു സത്യം എന്തായിരിക്കും? യേശു ജീവൻ്റെ ഉറവിടമാണെന്നാണ് ഈ 3 അത്ഭുതങ്ങളിലും നമ്മളെ വിളിച്ചു പറയുന്ന പരമപ്രധാനമായ സത്യം. ഒന്ന് പറഞ്ഞ, യേശു ജീവൻ്റെ ഉറവിടമാണ് എന്ന് തെളിയിക്കുക. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ചിന്തിച്ചപ്പോഴേ, കുരുടനെ സൗഖ്യമാക്കിയതുപോലെയും കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതുപോലെയും ഒന്നും കർത്താവ് ആരെ ഉയർപ്പിച്ചില്ല. ഉയർപ്പിച്ചോ? ഉയർപ്പിക്കാനായിരുന്നു ഇഷ്ടം പോലെ ആൾക്കാർ ഉണ്ടായിരുന്നു. പിന്നെ തൻ്റെ ജീവൻ്റെ ഉറവിട തെളിയിക്കാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? 3 സ്ഥലങ്ങളിൽ 3 വ്യത്യസ്ത രീതികളിൽ ഉയർപ്പിൻ്റെ ശുശ്രൂഷ നടത്തി. അതുകൊണ്ട് ഇപ്പോഴും എല്ലാവരും ഉയർക്കണമെന്നുണ്ടോ? ഇല്ല. അതൊക്കെ അതിൻ്റെ പുറകിലൊക്കെ ഓരോ പദ്ധതികളും പർപ്പസുകളും ഉണ്ട്. കാരണം രോഗസൗഖ്യമാകുന്നത് പോലോ കുരുട്ട് കണ്ണ് തുറക്കുന്നത് പോലെ ഒരു അത്ഭുതമല്ല മരിച്ചവനെ ഉയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ. അത് ജീവൻ്റെയും മരണത്തിൻ്റെയും വിഷയമാണ്. സ്തോത്രം. അപ്പം എന്താ യേശു ഈ 3 അത്ഭുതങ്ങളിലൂടെ വിളിച്ചു പറയുന്ന സത്യം? യേശു മാത്രമാണ് ജീവൻ്റെ ഉറവിടം. എന്നാൽ നമ്മൾ ആ ഭാഗങ്ങൾ 3 പഠിക്കുമ്പോൾ ഇത് യേശു തെളിയിക്കുന്നത് ഒരേ രീതിയിലല്ല. എൻ്റെ കൂടെ ഉണ്ടോ? ഈ 3 ഭാഗങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ യേശു ആണ് ജീവൻ്റെ ഉറവിടമെന്ന് തെളിയിക്കുന്നത് ആവർത്തന വിരസതയിലല്ല, അല്ലെങ്കിൽ ഒന്നിൽ കാണിച്ച അതേ രീതിയല്ല, 1-ലും 2-ലും കാണുന്ന അതേ രീതിയിലല്ല 3-ാമത്തെ ഉയർപ്പിക്കലും കർത്താവ് നടത്തുന്നത്. 3ഉം വ്യത്യസ്ത ആമേൻ സ്തോത്രം രീതിയിലാണ് എന്ന് പറഞ്ഞാൽ, 1-ാമത്തെ ഉയർപ്പിക്കൽ ആമേൻ യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചതുപോലല്ല നൈനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചത്. സ്തോത്രം. ആ സാഹചര്യമായിരുന്നില്ല ഈ സാഹചര്യം. ഇത് 2 പോലെ ആയിരുന്നില്ല ലാസറിൻ്റെ ഉയർപ്പിക്കൽ. അപ്പം ഇതെന്താണ് അങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ 3 വ്യത്യസ്ത ദൂതുകളെ വായിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും മനസ്സിലാകാൻ വേണ്ടി ആ നിലകളിൽ സംഭവം എന്തുവാ? ഒറ്റ കാര്യമാണ്, യേശു ജീവൻ്റെ ഉറവിടമാണ്. സ്തോത്രം. പക്ഷേ ആ വിഷയത്തെ കർത്താവ് ഇവിടെ തെളിയിക്കുന്നത്, പ്രൂവ് ചെയ്യുന്നത് വ്യത്യസ്തമായ 3 രീതികളിലാണ്. 1-ാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. 1-ാമത്തെ ഉയർപ്പിലേക്ക് വരുമ്പോൾ ഏതാ? യായിറോസിൻ്റെ മകൾ. സ്തോത്രം. എവിടെ അത് എഴുതിയിരിക്കുന്നത്? ആമേൻ സ്തോത്രം. എടുത്താട്ടെ, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അവർ ഇങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്നവനെ നമസ്കരിച്ചു. എൻ്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കുമെന്ന് പറഞ്ഞു. യേശു എഴുന്നേറ്റ് ശിഷ്യന്മാരുമായി അവൻ്റെ കൂടെ ചെന്നു. അന്ന് 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. പിറകിൽ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ ധൈര്യപ്പെടുക,
നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. പിന്നെ യേശു പ്രമാണിയുടെ വീട്ടിൽ കടന്നു. കുഴലുന്നവരെയും ആരവാരക്കൂട്ടത്തെയും കണ്ടിട്ട് മാറിപ്പോകുവീൻ, ബാല മരിച്ചില്ലല്ലോ, ഉറങ്ങുന്നത്രേ എന്ന് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവൻ പുരുഷാരത്തെ പുറത്താക്കി അകത്ത് കിടന്ന് ബാലയുടെ കൈ പിടിച്ചു. ബാല എഴുന്നേറ്റു. പിന്നെ നമുക്കറിയാം, പിന്നെ എഴുന്നേൽപ്പിച്ചു, അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണമെന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. ഈ അത്ഭുതം 3 സുവിശേഷകന്മാരും എഴുതിയിട്ടുണ്ട്. ആരൊക്കെയാ? മത്തായി, മർക്കോസ്, ലൂക്കോസ്. നമ്മൾ ഈ 4 സുവിശേഷത്തെ പഠിക്കുമ്പോൾ ഈ 3 സുവിശേഷങ്ങളെ വിളിക്കുന്നൊരു പേരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ആ പേര് പറഞ്ഞായിരുന്നു, സിനോപ്റ്റിക് ഗോസ്പെൽസ് എന്ന് പറഞ്ഞാൽ അവർ 3 പേരും ഒരേ രീതിയിലാണ് പല കാര്യങ്ങളും കണ്ടത്. അവരുടെ ആംഗിൾ ഒരേപോലായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് തന്നെ ഇവർ 3 പേരും എഴുതിയപ്പോൾ 12 സംവത്സരമായ സ്ത്രീയുടെ വിഷയവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 അധ്യായങ്ങൾ നോക്കിയാൽ, 3 ഭാഗങ്ങൾ നോക്കിയാൽ നമ്മളെ വിഷയം അങ്ങോട്ടൊക്കെ പോയാൽ നമ്മുടെ ആ ഒരു ട്രാക്കിൽ നിന്ന് അങ്ങ് പോകും. അപ്പം 3 പേരും ഈ വിഷയം എഴുതിയിരിക്കുന്നത് ഞാൻ പറയാം, നിങ്ങൾ നോട്ട് ചെയ്തു. മത്തായി എഴുതിയത് വളരെ കൺസൈസായിട്ടാണ്. എത്ര വാക്യമുണ്ട്? 4-5 വാക്യത്തിലാണ് മത്തായി ഈ വിഷയം വിളിച്ചു. പോകുന്ന വഴിക്ക് 12 സംവത്സരമുള്ള സ്ത്രീ വന്നു, തൊട്ടു, സൗഖ്യമായി. ആരാൻ ചോദിച്ചു. അത് കഴിഞ്ഞാൽ ഉടനെ നേരെ എങ്ങോട്ടാണ്? പള്ളിപ്രമാണിയുടെ വീട്ടിലോട്ടാണ് കാണുന്നത്. അപ്പോൾ വളരെ എന്താ പറയുന്നത്, ടു ദ പോയിന്റ്. വായിക്കുന്നവർക്ക് സംഭവം എന്താണെന്ന് പിടി കിട്ടണം. അതാണ് മത്തായി സ്തോത്രം എഴുതിയിരിക്കുന്നത്. അതായത് യേശുവിൻ്റെ അധികാരവും യേശുവിൻ്റെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ശക്തിയും വളരെ ലളിതമായ രീതിയിലാണ് മത്തായി അവിടെ ധരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ മർക്കോസിലേക്ക് വരുമ്പോൾ വളരെ പച്ചയായ രീതിയിൽ നാടകീയമായി വിവരിച്ച് വളരെ ഇലാബറേറ്റ് ചെയ്തിട്ടാണ് മർക്കോസ് ആ വിഷയം എഴുതുന്നത്. സ്തോത്രം അല്ലേ? ഒരു ഇൻറ്റിമസി ഫീൽ ചെയ്യും ആ എഴുത്ത്. ഇത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറഞ്ഞു? നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. സ്തോത്രം. അവിടെ എഴുത്ത് വായിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. സ്തോത്രം. ഇനി ലൂക്കോസിൻ്റെ എഴുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ലൂക്കോസ് ശരിക്കും പറഞ്ഞാൽ യേശുവിൻ്റെ അധികാരത്തെയും രോഗത്തിൻ്റെ മേലുള്ള ദൈവിക അധികാരത്തെയൊക്കെ തെളിയിക്കത്തക്കവണ്ണം, സ്തോത്രം, ശ്രദ്ധാപൂർവം വളരെ എന്താ പറയുന്നത്, ഒരു 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 ഇൻറ്റിമസി എന്നൊക്കെ പറയുന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് വായിക്കുന്നവർക്ക് യേശു ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കണം. ആ നിലയിലാണ് ലൂക്കോസ് ആ വിഷയം എഴുതിയിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഞാനിത് പറയുമ്പോൾ മനസ്സിലാകണമെങ്കിൽ നിങ്ങളിത് 3 ബൈബിൾ തുറന്ന് വെച്ച് വായിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, മത്തായി ആണ് ഏറ്റവും ചുരുക്കം വാക്കുകളിൽ ഇത് എഴുതിയിരിക്കുന്നത്. സന്തോഷമുണ്ടോ നിങ്ങൾക്ക് ഇന്ന് രാത്രി വചനം കേൾക്കാൻ? ഇന്നലെ രാത്രിയിലൊക്കെ നല്ല വചനമൊക്കെ കേട്ടല്ലോ. എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. അത് നിങ്ങൾക്ക് സന്തോഷമായിരുന്നോ? ഇന്ന് രാത്രി നമ്മൾ അല്പം വചനം ധ്യാനിക്കാൻ പോവുക. സ്തോത്രം. ഇങ്ങനെ 3 സുവിശേഷകന്മാരും ഈ ഇൻസിഡൻ്റ് എഴുതിയിട്ടില്ല. മത്തായി ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ലളിതമായ രീതിയിൽ എഴുതിയിരിക്കുന്നത് മത്തായിയാണ്. പക്ഷേ ഏറ്റക്കുറച്ചിലുകൾ 3 ഈ 3 പേരും വിട്ടുകളയാതെ എഴുതിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഉണ്ട്. അതായത് ഇന്ന് രാത്രി നമ്മളുടെ ധ്യാനം. അതേതാണെന്ന് ചോദിച്ചാൽ, 3 സുവിശേഷകന്മാരും വിട്ടുകളയാതെ എഴുതിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചിന്ത, അതിന്ന് രാത്രി നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. അത് ആ വിഷയത്തോടുള്ള യേശുവിൻ്റെ മനോഭാവമാണ്. എന്താണ്? മരിച്ചു കിടക്കുന്നു എന്ന് കേട്ട വിഷയത്തോടുള്ള യേശുവിൻ്റെ മനോഭാവം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, മനോഭാവം, ആറ്റിറ്റ്യൂഡ്. അവിടെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ കരയുന്നവരുണ്ട്, വിലപിക്കുന്നവരുണ്ട്, ആമേൻ, നഷ്ടബോധത്തിലിരിക്കുന്നവരുണ്ട്, ആശ്വസിപ്പിക്കുന്നവരുണ്ട്, ആശ്വാസം ഉൾക്കൊള്ളാൻ കഴിയാതെ നിൽക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, രക്തബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവർക്കാർക്കുമില്ലാത്ത ഒരാറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം യേശുവിൽ നിന്ന് പ്രതിഫലിച്ചു. അതെന്താണെന്നുള്ളതാണ്. അത് അവിടെ എഴുതിയിരിക്കുന്നത്. ആമേൻ. 24-ാമത്തെ വാക്യം, മത്തായി 9:24, മാറിപ്പോകുവീൻ,
ബാല മരിച്ചിട്ടില്ല. അടുത്ത വാക്ക് ഉറങ്ങുന്നതത്രേ. ഈ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, വളരെ പവർഫുള്ളായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. രാമൻ പറയാമോ? ബാക്കി എല്ലായിടത്തും ഏറ്റക്കുറച്ചിലുകൾ 3 എഴുത്തുകാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരേപോലെ വിട്ടുകളയാതെ 3 പേരും എഴുതിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കർത്താവ് ആ വിഷയത്തോടുള്ള പ്രതികരണമാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു, ബാല മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. അവൾ ഉറങ്ങുകയാണ്. എന്താ അത് തെളിയിക്കുന്നേ? അത് തെളിയിക്കുന്നത് ഒന്ന്, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ്. യേശു ജീവൻ്റെ ഉറവിടമാണെന്ന് കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ്. കാരണം നമുക്കാണത് മരണം, ജീവനായവനത് മരണമല്ല. ദാനിയേലിനോട് എന്താ പറഞ്ഞത്? ദാനിയേലേ പൊയ്ക്കൊള്ളുക, കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിക്കേണ്ടതിന് നീ എഴുന്നേറ്റു വരും, അല്ലെ നിന്നെ ഞാൻ വിളിക്കും എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിൻ്റെ വീക്ഷണത്തിൽ, ആത്മീക വീക്ഷണത്തിൽ ഈ ശരീരം വിടുന്ന എല്ലാവരും ഒരു നിദ്രയിലാണ്. നമ്മുടെ ഭാഷയിൽ അതിനെ മരണമെന്ന് വിളിക്കും, ദൈവത്തിൻ്റെ ഭാഷയിൽ അത് നിദ്രയാണ്. എന്ന് പറഞ്ഞാൽ മരണവും നിദ്രയും തമ്മിൽ നമ്മൾ എങ്ങനെ ഉറങ്ങുകയാണോ മരണമാണോ എന്ന് പറയുന്നത്? വിളിച്ചാൽ തിരിച്ചെഴുന്നേൽക്കാത്തതിനെയാണ് എന്ത് വിളിക്കുന്നേ? മരണം എന്ന് വിളിക്കുന്നത്, അല്ലേ? സ്തോത്രം. പാപസംബന്ധമായി മരിച്ചവരായ നാം എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ, അല്ലേ? എന്ന് പറഞ്ഞാൽ പാപത്തിൽ മരിച്ചാൽ പിന്നെ പാപത്തിൻ്റെ പ്രലോഭനം വന്നാൽ പ്രതികരിക്കത്തില്ല. അതാണ് പാപസംബന്ധമായി മരിച്ചവരെന്നുള്ള പ്രയോഗം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതുപോലെ മരണം എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെല്ലാം പ്രകടനം കാണിച്ചാലും, എന്തെല്ലാം ബഹളമുണ്ടാക്കിയാലും പെട്ടി കിടക്കുന്നയാൾ എന്ത് ചെയ്യത്തില്ല? എഴുന്നേക്കത്തില്ല. സ്തോത്രം. അന്നേരമാണ് എല്ലാ കാര്യങ്ങളും ഇല്ലാത്തതും ഒക്കെ എന്ത് ചെയ്യുന്നേ? പറഞ്ഞു പിടിപ്പിക്കുക. അച്ഛൻ നല്ലവനായിരുന്നു, അച്ഛൻ അങ്ങനെ ആയിരുന്നു, അമ്മാമ്മയെ പോലൊരു നല്ല അമ്മാമ്മ ദേശത്തില്ലായിരുന്നു. അങ്ങാണം അമ്മാമ്മ കേട്ടിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് വന്ന് പറയുന്നവന് നല്ല കൂളുമായിരിക്കും. കാരണം ആ അന്നൂരെ പോലും അമ്മാമ്മ അല്ലെ അച്ഛൻ പോയിട്ടില്ല. അപ്പം എന്തും നമുക്ക് പറയാൻ പറ്റുന്ന ഒരിടമാണ് എന്തോന്ന് പറഞ്ഞാൽ വേണ്ടാധീനമല്ല, നല്ല പ്രവൃത്തി ചെയ്തിട്ടില്ലെങ്കിലും നല്ലതാണെന്ന് പറയാൻ പറ്റുന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ അതവിടെ. കാരണം എന്താ? ഓരുറപ്പിൻ്റെ മണ്ടയ്ക്കാണ് ഇന്നീ പറയുന്നേ. എന്തോ പറഞ്ഞാൽ ഈ പുള്ളി എഴുന്നേറ്റ് വരത്തില്ലെന്നുള്ളൊരു ഉറപ്പാണ്. അതേ ഉറപ്പിൽ നിൽക്കുക ആര്? യായിറോസിൻ്റെ വീട്ടിൽ ഇരിക്കുന്നവർ. സ്തോത്രം. നിലവിളിക്കുന്നു, കരയുന്നു, നെഞ്ചത്തടിക്കുന്നു, ഒരു കൂട്ടർ കുഴലൂതുന്നു. അവിടെ അതൊക്കെ വിവരിക്കണം. അതൊക്കെ അവരുടെ ഒരു കസ്റ്റമാണ്. ഈ കുഴലൂത്തുകാരെന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ നെഞ്ചത്തടിച്ച് നിൽക്കുമ്പോൾ യേശു വന്നിട്ട് പറയുക, സ്തോത്രം, യായിറോസേ, നിന്റെ മകൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കർത്താവിൻ്റെ കണ്ണിലൂടെ ഇന്ന് രാത്രി നിങ്ങളുടെ വിഷയത്തെ കാണാൻ തുടങ്ങിയ ഉണ്ടല്ലോ, കർത്താവ് ആ മരണത്തെ ഒരു ഉറക്കമായി ട്രാൻസ്ഫോം ചെയ്തതല്ല, കർത്താവിന് അങ്ങനെ അത് കാണാൻ പറ്റൂ. ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പണ്ട് നമ്മൾ ഈ അത്ഭുതത്തിൻ്റെ വിഷയം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നമുക്കാണിതൊരു അത്ഭുതം, ദൈവത്തിന് ഇത് അത്ഭുതം അല്ല. കാരണം കർത്താവിൻ്റെ കഴിവിലാണ് ഇത് ചെയ്യുന്നേ എന്ന് പറഞ്ഞതുപോലെ അവരുടെ കരച്ചിലെല്ലാം കൂടെ കണ്ടപ്പം യേശു വിചാരിച്ചു മരണമെന്ന വാക്ക് ഉപയോഗിക്കേണ്ട, ഒരല്പം ആശ്വാസമായിക്കൊള്ളട്ടെ എന്ന് കണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതല്ല ഇത് മരണമല്ല, ഇത് ഉറക്കമാണെന്ന്. അങ്ങനെ ആശ്വസിപ്പിക്കേണ്ട കാര്യം കർത്താവിന് ഇല്ല. കാരണം കർത്താവ് വിളിച്ചാൽ എഴുന്നേൽക്കാത്ത ഒരു വ്യക്തിയുമില്ല. കർത്താവിൻ്റെ മുമ്പിൽ ചലിക്കാത്ത ഒരു മരണശക്തിയുമില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ആമേൻ പറ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുൻപിൽ മരണം വരും ഉറക്കമാണെങ്കിൽ ഈ 12-ാം രാത്രിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ദൂത് വിളിച്ചു പറയാം. അതേ കണ്ണും കൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ചില വിഷയങ്ങളെ ഇന്ന് രാത്രി കാണണം. നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ ബുദ്ധി പറയും ഇത് മരണമാണ്. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ വിഷയത്തിൻ്റെ ആഴം കണ്ടുകൊണ്ട് നിങ്ങളുടെ യുക്തി പറയും ഇതൊരു വലിയ പ്രതിസന്ധിയാണെന്ന്. ഹല്ലേലൂയ. കരയുന്നവർ പറയും ഇത് ചെങ്കടലാണെന്ന്. പക്ഷേ കർത്താവിൻ്റെ കണ്ണുകൊണ്ട് കണ്ടപ്പോ അതിൻ്റെ അകത്തൂടൊരു വഴിയുണ്ടായിരുന്നു. ഈ രാത്രി എത്ര പേര് ഞാൻ പറയുന്ന ദൂത് മനസ്സിലാക്കുന്നുണ്ട്? ആമേൻ. പ്രതിസന്ധികൾ അവിടെ നിന്നുകൊള്ളട്ടെ.
കൊള്ളട്ടെ. പക്ഷെ അതിനകത്തൂടെ കർത്താവിലൊന്ന് കാണാൻ ഈ രാത്രി നമ്മൾ തയ്യാറാകണം. അല്ലേ? ചെങ്കടലിനെ മുമ്പിൽ നിൽക്കുമ്പം മോശ ഉൾപ്പെടെ നിലവിളിക്കുക ജനത്തിന്റെ വെപ്രാളം കണ്ടിട്ട്. മോശയോട് പറയാം, മോശ നീ എന്തിനാ നിലവിളിക്കുന്നത്? ജനത്തോട് മുമ്പോട്ട് പോകാൻ പറ. ജനത്തോട് മുമ്പോട്ട് പോകാൻ പറയുമ്പോൾ അവിടെ വഴിയുണ്ടോ? വഴിയില്ല. പക്ഷെ ഈ പോകാൻ പറഞ്ഞ കർത്താവ് അവിടെ വഴി കണ്ടു. ഓ, ഈ രാത്രി എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്? ഉറങ്ങുകയാണെന്ന് പറയുമ്പോൾ അടുത്ത സെക്കൻഡ് ബാല എഴുന്നേൽക്കുന്നത് യേശു കണ്ടിട്ടായി പറയുന്നേ. ഇന്ന് രാത്രി എത്ര പേർക്ക് അതിനോട് ചേർന്ന് സ്തോത്രം പറയാൻ പറ്റും? നീ ഉപവസിച്ചിരിക്കുമ്പോൾ നിന്നോട് പറഞ്ഞ ദൂതുകളൊന്നും കള്ളത്തരമായി തീരത്തില്ല കേട്ടോ. അത് ചില ദിവസങ്ങൾക്കകത്ത് പൊട്ടി പുറത്തു വരുന്നത് തമ്പുരാൻ കണ്ടിട്ട് അത് നടക്കുമെന്ന് പറഞ്ഞത്, ഹല്ലേലൂയ, ചില വാഗ്ദത്തങ്ങൾ നിന്നോട് പറഞ്ഞത് അത് വെറുതെ ആമേൻ ഭാഷൻ ചോയ്ക്ക് പറഞ്ഞതല്ല. ചില നാളുകൾക്കകത്ത്, ചില മാസങ്ങൾക്കകത്ത്, ചില ദിവസങ്ങൾക്കകത്ത് നീ അതിന്റെ നന്മ അനുഭവിക്കുന്നത് മുന്നമേ തമ്പുരാൻ കണ്ടിട്ട് അതിനകത്ത് പറഞ്ഞതെങ്കിൽ ഈ രാത്രി കർത്താവിന് മഹത്വം കൊടുത്തു പറ, ഞാനത് കണ്ണുകൊണ്ട് കാണുക തന്നെ ചെയ്യും. ഇന്ന് രാത്രി ആത്മാവിൽ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഭംഗി വാക്ക് പറഞ്ഞ് പറ്റിക്കുന്നവനല്ല നമ്മുടെ ദൈവം. ഭംഗി വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നവനല്ല നമ്മുടെ ദൈവം. ഇന്ന് രാത്രി ഉറങ്ങുകയാണെന്ന് പറഞ്ഞാൽ അവൻ ഉറങ്ങുക തന്നെയാ. കാരണം ഏത് സമയത്തും വിളിച്ചാൽ ഇവൾ എഴുന്നേറ്റു വരും. സ്തോത്രം. ഓ 23 അതൂത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മളെ ദൈവം ബലപ്പെടുത്തുന്നല്ലോ. ഹല്ലേലൂയ. പ്രിയരെ, സത്യം പറഞ്ഞാൽ ഞാനിതൊന്നും നോട്ട് ചെയ്തിട്ടില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളോട് പറയുന്ന ദൂത, ഭംഗി വാക്ക് പറഞ്ഞ് പറ്റിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ എഴുന്നേറ്റിരിക്കുക, ഉണരുമെന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കും. കാരണം ഇന്നത്തേതേ നമുക്കറിയത്തുള്ളൂ. മരിച്ചു കിടക്കുന്നത് യായിറോസെ നിനക്കറിയത്തുള്ളൂ. ഈ മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിയെ നിനക്ക് കാണാൻ കഴിയത്തുള്ളൂ. പക്ഷേ ചില മിനിറ്റുകൾ കഴിയുമ്പോൾ എഴുന്നേറ്റിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നിന്റെ മോളെ നിനക്ക് കാണാൻ ഒക്കത്തില്ല, പക്ഷെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു മരണമല്ല, ഇതൊരു ഉറക്കമാണെന്ന്. ഇന്ന് രാത്രിയിൽ ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, വിധി എഴുതിയിട്ടിരിക്കുന്നവരുടെ നടുവിലൂടെ നിന്റെ തല ഉയർത്തിക്കുന്ന, ആമേൻ, നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ഈ 12ാമത്തെ ദിവസം ആമേൻ പറഞ്ഞു സ്വീകരിക്ക. കരമടിച്ചു ദൈവത്തിന് ആരാധന കൊടുക്ക. ഈ രാത്രി ചില മരണങ്ങൾ ആമേൻ ഉറക്കങ്ങളായി മാറട്ടെ. ഈ രാത്രി ചില മരണങ്ങളുടെ മേൽ, മരണ വ്യാപാരങ്ങളുടെ മേൽ ദൈവശക്തിയുടെ പ്രവാഹം ഉണ്ടാകട്ടെ. ഓ ജീസസ്, ജീസസ്. കൈവിടപ്പെട്ടെന്ന് പറയുന്ന വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ട്രാൻസ്ഫോം ചെയ്യപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ നിന്ന് രാത്രി ചില വ്യാപാരങ്ങളുടെ ഞങ്ങൾ ജയമെടുക്കുക. ഇപ്പൊ മനസ്സിലായോ യേശു എന്തിനാ നൈനിലെ വിധവയുടെ മകനെ ഏൽപ്പിച്ചു കൊടുത്തതെന്ന്? മഞ്ചം തൊട്ടപ്പോൾ ആർക്കും ഒന്നും പിടികിട്ടിയില്ല. യേശു വരുന്നത് കണ്ടപ്പോൾ ആർക്കും ഒന്നും പിടികിട്ടിയില്ല. കരയണ്ടെന്ന് പറഞ്ഞപ്പോഴും ആർക്കും ഒന്നും പിടികിട്ടിയില്ല. പക്ഷേ മഞ്ചം തൊടുന്നതിന് മുൻപ് ഇവരുടെ വരവ് കണ്ടപ്പോഴേ യേശു കണ്ട ഒരു കാഴ്ചയുണ്ട്. മരിച്ചു കിടന്നവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുന്നത്. ഇന്ന് രാത്രി നീ കാണാൻ പറ്റാത്ത നിന്റെ ഭാവി കാണുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി നിനക്ക് പറയാൻ പറ്റാത്ത, നിനക്ക് വിധി എഴുതാൻ പറ്റാത്ത നാളുകളെ കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരുവനെയാ ഈ രാത്രി നമ്മൾ ആരാധിക്കുന്നതെങ്കിൽ ശക്തിയോടെ വായ്കൾ തുറന്ന് ഈ കർത്താവിന് മഹത്വം കൊടുക്കുന്ന രാത്രി. ഓ റാവാ ഖാചല റബദഗഡഗദ നിബിരിബി ഗഡഗദന രഗദല ഗഡഗദന ലംശമന ഗഡഗദന റിഗദിനി ബിരിബി ഗഡഗദന അർത്ഥരഗന ഗഡഗദിനി ബിരിബി ഗഡഗദന രഗദഗഡഗസി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില മുൻവിധികളെ ഞങ്ങൾ അടിച്ചു മാറ്റുകയാ. ചില പുതിയ അധ്യായങ്ങൾ ചിലർക്ക് വേണ്ടി ഇന്ന് രാത്രി സ്വർഗം എഴുതി ചേർക്കുന്ന രാത്രിയായി മാറട്ടെ. ഓ ജീസസ്, ജീസസ്. ആ പദം ഞാൻ വീണ്ടും ആവർത്തിക്കാം. ചില പുതിയ അധ്യായങ്ങൾ ചിലരുടെ ജീവിതത്തിൽ ദൈവം എഴുതി ചേർക്കാൻ പോകുകയാ. അടഞ്ഞെന്ന് പറഞ്ഞത്, ഫുൾ സ്റ്റോപ്പ് ഇട്ടെന്ന് പറഞ്ഞത് ഇന്ന് രാത്രി വീണ്ടും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ദൈവ പ്രവൃത്തി വെളിപ്പെടും.
നമുക്കറിയത്തില്ല നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ മരണമെന്ന് വിളിക്കുന്നേ. നമുക്കറിയത്തില്ല നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ് നമ്മളത് അവസാനിച്ചെന്ന് പറയുന്നേ. പക്ഷെ കർത്താവിൻ്റെ കണ്ണിൽ ഇന്ന് രാത്രി നീ കാണണം. കണ്ടിട്ട് പറയണം, സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല, ആരോഗ്യം അനുവദിക്കുന്നില്ല, ബന്ധങ്ങൾ അനുവദിക്കുന്നില്ല, എൻ്റെ പൈസ അനുവദിക്കുന്നില്ല, എൻ്റെ ബുദ്ധി അനുവദിക്കുന്നില്ല. പക്ഷേ അകക്കണ്ണുകൊണ്ട് ഇന്ന് രാത്രി ഞാനൊരു കാഴ്ച കാണുന്നുണ്ട്. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്ന ഇന്ന് രാത്രി എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് ആമേൻ പറയും? ഹല്ലേലൂയ. ബുദ്ധി പറയും ഇനി ഇത് നടക്കത്തില്ല, യുക്തി പറയും ഇനി ഇത് നടക്കത്തില്ല. ആമേൻ. സാഹചര്യങ്ങൾ പറയും യായിറോസേ ദേ നിന്റെ മകൾ ചേതനയേറ്റ് ഇവിടെ കിടക്കുകയാ. നാട്ടുകാർ പറയും യായിറോസേ ദേ നിന്റെ മകൾ ഇവിടെ ചേതനയേറ്റ് കിടക്കുകയാ. പക്ഷെ യേശു പറയും അയ്യോ ഇവൾ മരിച്ചു കിടക്കുകയല്ല, നിങ്ങൾ ഇന്ന് രാത്രി എന്റെ കണ്ണുകൊണ്ടൊന്ന് കാണ്, അവൾ ഉറങ്ങുകയാണ്. ഇന്ന് രാത്രി ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ അകത്ത് വേണം. സ്തോത്രം. 3 സുവിശേഷകന്മാരും ആമേൻ വിട്ടുകളയാതെ പറഞ്ഞൊരു വെളിപ്പാട്, അവൾ ഉറങ്ങുകയാണ്, മരിച്ചിട്ടില്ല. അതുകൊണ്ടും തീർന്നില്ല. അടുത്തത് അതിനേക്കാൾ പ്രസക്തമായൊരു പദം 3 പേരും വിട്ടുകളയാതെ എഴുതിയിട്ടുണ്ട്. അവർ അവനെ പരിഹസിച്ചു. അവർ അവനെ പരിഹസിച്ചു. അവിടെ അവർ അവനെ പരിഹസിച്ചെന്ന് മലയാളത്തിൽ വായിക്കുമ്പോൾ സ്തോത്രം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ദേ ലാഫ്ഡ് ഹിം, അല്ലെ അവനെ നോക്കി എന്ത് ചെയ്തു? ചിരിച്ചു. ഈ ചിരിച്ചതല്ല രസം, എവിടെ ഇരുന്നായി ചിരിക്കുന്നേ? സ്തോത്രം. അതിനേക്കാൾ രസം ആരായി ചിരിക്കുന്നതെന്നുള്ളതാ. നിങ്ങളെ ഭാഗം ഒന്ന് വായിക്കണേ. സ്തോത്രം. 5 മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം വായിച്ചേ. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറേ ആരവാരത്തെയും അടുത്ത വാക്യം ശ്രദ്ധിച്ചാൽ വളരെ കരയുന്നവരെയും കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു. കരയുക മാത്രമല്ല വിലപിക്കുക. ആരെയാ കണ്ടേ? പള്ളിപ്രമാണിയുടെ വീട്ടിൽ ആര് വന്നു? യേശു വന്നു. യേശു വന്നപ്പം ആദ്യം കാണുന്ന കാഴ്ച എന്താ? ആരവാരത്തെ. പിന്നെ വീട്ടുകാരും നാട്ടുകാരും സ്നേഹമുള്ളവരും ബന്ധുക്കാരും എല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കരഞ്ഞുകൊണ്ടിരിക്കുക. ആ കരച്ചിൽ കണ്ടപ്പോ യായിറോസിനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ കരയുന്നേ? അല്ലെ അവിടെ കൂടി നിന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ കരയുന്നേ? ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുക അത്ര എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കരച്ചിൽ അങ്ങ് പോയി. എന്ന് പറഞ്ഞാൽ അവർക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം യേശു പറയുന്നേ. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? അവരുടെ പഠിപ്പിക്കലുകളും അവരുടെ തിയോളജിയും യേശുവിൻ്റെ വാക്കിനോട് ചേർന്ന് പോകുന്നില്ല. അതാ ദൈവപ്രവൃത്തി എന്ന് പറയുന്നേ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. കരഞ്ഞോണ്ടിരിക്കുന്നവർ അവിടെ എഴുതിയിരിക്കുന്നു they laughed at him, പരിഹസിച്ചു. നിങ്ങൾക്കൊന്ന് മനസ്സിൽ കാണാൻ പറ്റുമോ? ഒരാൾ കണ്ണുനീര് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അയാൾ ചിരിക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് കർത്താവ് അവിടെ പറയുന്നേ. ഇതിൻ്റെ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതാ നമ്മുടെ ദൈവത്തിൻ്റെ ദൂതിൻ്റെ പ്രത്യേകത. ബുദ്ധിക്ക് നിരക്കാത്ത വൻ കാര്യങ്ങളെ ചെയ്യാൻ കരുത്തുള്ളവനാണ് നമ്മുടെ ദൈവം. ഓ ജീസസ്. ഒരുപോലെ 3 പേരും എഴുതി വെച്ചു, അവർ അവനെ പരിഹസിച്ചു. അപ്പൊ എനിക്കൊരു 1-2 സംശയങ്ങൾ ഉണ്ടായത് എന്നറിയാവോ? എന്തോ പരിഹസിച്ചെന്ന് അല്ലെങ്കിൽ എന്തോ ആണ് യുക്തിക്ക് നിരക്കാത്തന്ന് പറയുന്നതെങ്കിലും ഉള്ളിൽ വിഷമം ഉണ്ടായിട്ടില്ല ഈ കരയുന്നേ. അപ്പൊ ഈ വിഷമം നിപ്പിൽ ഇല്ലാതായോ? എനിക്ക് കിട്ടിയൊരു ബോധ്യം ഞാൻ പറയാം. അവിടെ കരഞ്ഞതും പലതും കള്ളക്കരച്ചിലായിരുന്നു. പിടികിട്ടുന്നുള്ള ഞാൻ പറയുന്നത്.
പക്ഷേ ആത്മാർത്ഥമായി കരഞ്ഞ അപ്പനെയും അമ്മയും 3 ശിഷ്യന്മാരെ മാത്രമേ കർത്താവ് അകത്ത് കയറ്റിയുള്ളൂ. എല്ലാ കണ്ണുനീരിൻ്റെയും നീ വീണു പോകരുത്. നിൻ്റെ കൂടെ സഹകരിക്കുന്നവർ നിൻ്റെ വിശ്വാസത്തിനൊപ്പം നിൽക്കുന്നവരായിരിക്കണം. അവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. അവൻ പുരുഷാരത്തെ അകത്ത് കടന്ന് നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ചുമ്മാ അതൊരു മോങ്ങലല്ല, അവിടെ നല്ലവണ്ണം കരയുക. എന്തിന്? അവരോട് പറഞ്ഞു, അവരോ അവനെ പരിഹസിച്ചു. 40-ാം വാക്യം മർക്കോസിലാണേ. അവൻ എല്ലാവരെയും പുറത്താക്കി. കാരണം കണ്ണുനീരുള്ള ഒരുത്തനിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ആ വിഷയത്തിൻ്റെ മറുപടി കാണാൻ യേശു അവനെയും കയറ്റിയനേമായിരുന്നു. പക്ഷെ നഷ്ടബോധത്തിൻ്റെ വില അറിയാവുന്ന 2 പേർ ആരാ? യായിറോസും ഭാര്യയും. യേശു ആരാന്നറിയാവുന്ന 3 അപ്പോസ്തലന്മാരും. ചിലതിനെയൊക്കെ ദൈവം പുറത്താക്കിയിട്ടേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തത്തുള്ളൂ. കാരണം ആ വ്യക്തികളുടെ മുമ്പിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടാൽ ബുദ്ധിമുട്ടാണ്. കാരണം വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്താ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടാത്തെ? ഇപ്പോഴും നമ്മൾ പലതിനെ പരിഹസിക്കുന്നോണ്ടാ. എന്താ അത്ഭുതങ്ങൾ നടക്കാത്തെ? നമ്മൾ പലതിനെ അംഗീകരിക്കാത്തതുകൊണ്ടാ. എന്താ പ്രവചനം വെളിപ്പെടാത്തെ? നമുക്ക് പ്രവചനത്തോട് അലർജിയാ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ ഇന്ന് രാത്രി? എല്ലാവരും പുറത്താക്കിയിട്ട് ആരെയൊക്കെ അകത്ത് കയറ്റിയേ? യായിറോസിനെയും. അവിടെ എഴുതിയിട്ടുണ്ട്. ആരെയാ? അപ്പനെയും അമ്മയെയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്തിയെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു. അവിടെ കൂടെ ഉള്ളവർ എന്ന് എഴുതിയപ്പോൾ മറ്റു സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് 3 ശിഷ്യന്മാരുടെ പേരാ. വായിച്ചു. ആരൊക്കെയാ? വീട്ടിലെത്തിയാറെ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. പത്രോസും യോഹന്നാനും യാക്കോബും ഇവര് 3 മറുരൂപമലേ കയറിയത് എന്ന് പറഞ്ഞ യേശു ആരാണെന്ന് നല്ല ബോധ്യമുള്ള 3 കൂടെ നിൽക്കുന്നേ. പിടികിട്ടുന്നുണ്ടോ ഞാൻ ഈ പറയുന്നേ? മിനിസ്ട്രി എന്താണെന്ന് നന്നായി അറിയാവുന്നവർ വേണം കൂടെ നിൽക്കാൻ. നിന്റെ വിശ്വാസം എന്താണെന്നുള്ളത് നന്നായി അറിയാവുന്നവരുടെ കൂടെ വേണം നീ സഹകരിക്കാൻ. അല്ല നിന്റെ വിശ്വാസത്തെ കളിയാക്കും. രാത്രി ആമേൻ പറ. ഹല്ലേലൂയ. നഷ്ടബോധം അറിയാവുന്ന അപ്പനെയും അമ്മയും എന്ന് പറഞ്ഞാൽ കരയുന്ന കണ്ണുനീരിനകത്ത് ജെനുവിനിറ്റി ഉള്ളവൻ മാത്രം വിടുതൽ കണ്ടാ മതി. പേരിന് പാട്ടുപാടുന്നവനെ ദൈവത്തിന് വേണ്ട. പേരിന് സ്തോത്രം പറയുന്നവനെ ദൈവത്തിന് വേണ്ട. പേരിന് അന്യഭാഷ പറയുന്നവന് ദൈവത്തിന് വേണ്ട. ഏതുവഴിയായാലും പൊക്കോ. പക്ഷെ ജെനുവിനായി കരയുന്നവൻ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയാം, ദൈവസന്നിധിയിൽ 21 ദിവസം ജെനുവിനായി ദൈവസന്നിധിയിൽ കരയുന്ന നിന്റെ കണ്ണുനീർ ഒന്നും പാഴാകാൻ ദൈവം അനുവദിക്കത്തില്ല. പേരിന് വന്ന് ഇതിനകത്ത് ഇരുന്നിട്ട് കാര്യമില്ല. പാസ്റ്ററെ പ്രസാദിപ്പിക്കാനോ സഭാവിശ്വാസികളെ കാണിക്കാനോ വന്നിരുന്നിട്ട് കാര്യമില്ല. അകത്ത് 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 ഹൃദയത്തിനകത്ത് ദൈവത്തിൽ നിന്ന് എനിക്ക് ചിലത് പ്രാപിക്കണമെന്ന് ഉള്ള വാഞ്ചയോടെ കണ്ണുനീരോടെ ഇരിക്കുന്നവന്റെ മുൻപിൽ ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങും. നീ അത്ഭുതങ്ങളെ കാണും. കർത്താവിന്റെ നിലപാട് അന്നും ഇന്നും അങ്ങനെ തന്നെയാ കേട്ടോ. കർത്താവിന് കുറെ പ്ലേയിങ് ടോയ്സിനെ വേണ്ടാന്നേ. വേണ്ടെങ്കിൽ എത്ര എണ്ണത്തിനെ കിട്ടും? ദൈവത്തിന് വേണ്ടത് ജെന്യുവിനായ കുറെ എണ്ണത്തെയാണ് ദൈവത്തിന് വേണ്ടത്. ഈ കാലഘട്ടത്തിലും ദൈവശബ്ദത്തിന് വേണ്ടി കൊതിക്കുന്ന, ഈ കാലഘട്ടത്തിലും ദൈവികമായ വിടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന, ഈ കാലഘട്ടത്തിലും ദൈവപ്രവൃത്തി കാണാൻ ആഗ്രഹിക്കുന്ന, അവൻ മറയില്ലാതെ ദൈവിക പ്രദർശനങ്ങൾ അനുഭവിക്കാൻ കൊതിക്കുന്ന, ശരീരത്തിന്റെ മേലും ജീവിതത്തിന്റെ സകല മേഖലകളിലും സഭയ്ക്കകത്തും മാനിഫെസ്റ്റേഷൻ ആഗ്രഹിക്കുന്ന, ദൈവശക്തി കൊതിക്കുന്ന ചിലരെ ഈ രാത്രി സ്വർഗം അന്വേഷിക്കുകയോ. കർത്താവിനോട് ഇന്ന് രാത്രി പറ, കർത്താവേ എന്റെ കണ്ണുനീർ ജെനുവിനാന്ന് പറ, എന്റെ പ്രാർത്ഥന ജെനുവിനാന്ന് പറ, എന്റെ ആരാധന കാപട്യം അല്ലെന്ന് രാത്രി വിളിച്ചു പറ.
അവിടെ നിന്ന് കരഞ്ഞ എണ്ണത്തെ മൊത്തം കർത്താവ് വിളിക്കും കപടഭക്തിക്കാരൻ. മറ്റവൻ കരയുന്ന കണ്ടവരെ കൂടുതൽ. ഇപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ ബന്ധുക്കാരും അല്ലെങ്കിലും തള്ളയുടെയും തന്തയുടെയും കരച്ചിൽ കാണുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് കരഞ്ഞും. അത് മനസാക്ഷിയിൽ നിന്നുള്ള കരച്ചില്ല, അത് നഷ്ടബോധത്തിൽ നിന്നുള്ള കരച്ചിലല്ല, വേറൊരാളുടെ കണ്ണുനീര് കാണുമ്പോൾ കരയുന്ന കരച്ചില്ല. അത് പെട്ടെന്ന് ചിരിയായി മാറും. എപ്പോഴാ? ആ ഗേറ്റ് അങ്ങോട്ട് കടന്നു കഴിയുമ്പോൾ ഐസ്ക്രീം പാർലറിലോട്ടായിരിക്കും പോകുന്നത്, അല്ലെ മറ്റെവിടെയെങ്കിലും ഷോപ്പിങ്ങിലോട്ടാകും പോകുന്നത്. പക്ഷേ നഷ്ടബോധമുള്ളവൻ, നഷ്ടത്തിൻ്റെ വില അറിയാവുന്നവൻ മണിക്കൂറുകൾ അവിടെ ഇരുന്ന് കരയും, മണിക്കൂറുകൾ അവിടെ ഇരുന്ന് കരയും. ഇന്ന് രാത്രിയിൽ നഷ്ടത്തിൻ്റെ വില അറിയാവുന്ന എത്ര പേരുണ്ട്? ദൈവപ്രവൃത്തിയുടെ ആഴം കൊതിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഈ രാത്രി നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയോ, നിനക്കൊരു അത്ഭുതം കാത്തു കിടപ്പുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയുടെ മേൽ എന്റെ ദൈവം ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. ഞാനൊരു ദൂത് പറയാം. സ്തോത്രം. ഞാൻ ദൈവസ്ഥനിൽ നിന്ന് പറയാം, എല്ലാ കാപട്യങ്ങളും ദൈവം പൊളിക്കും. സ്തോത്രം. ഇവിടുന്ന് എത്രയോ പേരെ ദൈവത്തിന് കൊണ്ടുപോകണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഹല്ലേലൂയ, ചുരുക്കമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ആ ചുരുക്കത്തിനകത്ത് നെഞ്ചു വിരിച്ച് കർത്താവേ വേർപെട്ട് ജീവിക്കാൻ, ആത്മീയത്തിൽ മുന്നേറാൻ എനിക്ക് കൊതിയുണ്ടെന്ന് പറയുന്നവരെ ചേർത്ത് പിടിച്ച ദൈവിക ശക്തിയുടെ പ്രദർശനമാക്കി മാറ്റാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് ഇന്ന് രാത്രി. ഞാൻ വീണ്ടും ആവർത്തിക്കാം കേട്ടോ, എല്ലാ കപടഭക്തികളും ഈ ദൈവം ഈ ദിവസങ്ങളിൽ പൊളിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോ. പലരെ ആത്മീയഗോളത്തിൽ കാണാൻ കഴിയാത്ത നിലകളിലേക്ക്, പലരെ സഭകളിൽ കാണാൻ കഴിയാത്ത നിലകളിലേക്ക് ദൈവത്തിന്റെ ശുദ്ധീകരണങ്ങൾ ആലയത്തിനകത്ത് വെളിപ്പെടുന്ന നാളുകൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പായി അറിയിക്കുകയാ. ചില ദിവസങ്ങൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട ദൈവത്തിന്റെ സഭയെ ദൈവം ഒരുക്കിയെടുക്കും. ശബര ജഗന രഗദഗഡഗദന ഉടബനഗഡഗദന രഗദഗഡഗദന രഗദലഗഡഗസി. കപടഭക്തിക്കാരെ എല്ലാം ദൈവം പുറത്താക്കും, കാപട്യത്തെ എല്ലാം ദൈവം പുറത്താക്കും. എല്ലാ വിഷയത്തെയും ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കും. ഓ ജീസസ്. വളരെ കരഞ്ഞ് അപ്പനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണി നോക്കിയടി. ഇന്നലെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെ പോയിട്ട് കൊച്ചസുഖമായി കിടന്നെന്ന് പറഞ്ഞിട്ട് കയറാത്ത അച്ഛനല്ലോ ഈ നിന്ന് കരയുന്നേ. ഓ, അപ്പം നമ്മൾ ചിന്തിച്ചത് തെറ്റായിപ്പോയി. അച്ഛന് സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷേ യേശു ഉയർക്കുമെന്ന് പറഞ്ഞപ്പോൾ ദാണ്ട നിന്ന് ചിരിക്കുന്നു. പൊളിയും കേട്ടോ. ജെനുവിൻ ആരാണെന്ന് ദൈവം തെളിയിക്കും. നിങ്ങൾ വിശ്വസിച്ചോണം. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത്, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ ജെനുവിൻ ആരാന്നുള്ളത് ഈ പ്രവചന ശബ്ദം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഉപവാസ പ്രാർത്ഥനയുടെ 12ാമത്തെ ദിവസം ഞാൻ നോട്ട് ചെയ്ത കാര്യമല്ല പറയുന്നത്. ഈ പുൾപിറ്റിൽ പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന ദൂത് ഞാൻ പറയുകയാ. കാപടമുഖങ്ങളെ ദൈവം പൊളിച്ചിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, ജെനുവിനായി ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിത്വങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരും. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞത് ആരെയെങ്കിലും വെച്ച് പണിയാമെന്നല്ല, ജെനുവിനായവരെ വെച്ച് എൻ്റെ ദൈവം സഭ പണിയും. പൊളിയട്ടെ പൊളിയട്ടെ. കർത്താവ് രാത്രി ചില മേഖലകളെ പൊളിക്കട്ടെ. കർത്താവിന് മുൻതൂക്കം കൊടുക്കുന്ന, ദൈവശബ്ദത്തിന് മുൻതൂക്കം കൊടുക്കുന്ന, വചനത്തിന് മുൻതൂക്കം കൊടുക്കുന്ന, ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന, പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന, ദൈവികമായ പാദപീഠത്തിൽ ഇരിക്കാൻ കൊതിയുള്ളവരെ ദൈവം ഈ നാളുകളിൽ സഭ പണിയാൻ ഉപയോഗിക്കുന്ന കാലഘട്ടം വരാൻ പോകുകയാ. ചില കുടുംബങ്ങൾ ഇന്ന് രാത്രി പണിയപ്പെടാൻ പോകുകയാ. ഞാൻ ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയാം. ചേർന്ന് നിന്ന പലരും ഈ ദിവസങ്ങളിൽ അകന്നു പോകുന്നത് നീ കാണും, പക്ഷെ നീ ഭാരപ്പെടരുത്. ചേർന്ന് നിന്ന് ചിരിച്ചവർ പലരും, ഉപദേശിച്ച പലരും മാറുന്നത് നീ കാണും, പക്ഷെ നീ ഭാരപ്പെടരുത്. ദൈവത്തിന്റെ കരമതിന്റെ പുറകിലുണ്ട്, ദൈവത്തിന്റെ കരമതിന്റെ പുറകിലുണ്ട്. നിന്നുകൊടുത്ത് പ്രാർത്ഥിക്ക്. ചില പണികൾ ചില കുടുംബങ്ങളിൽ, ചില തലമുറകളുടെ മേൽ എന്റെ ദൈവം ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പോകുകയാ. ചില സഭകളിൽ ദൈവം ആ പണി ചെയ്യും.
ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ശക്തമായൊരു ദൂത, മോനെ, മരണ വീട്ടിലായാലും എല്ലാ കരച്ചിലും ജനുവിനല്ല. പക്ഷെ ചിലരുണ്ട്, നിന്റെ കുടുംബത്തോട് ചേർന്ന് നിന്ന് കരയുന്ന ചിലരുണ്ട്. നിന്റെ വിഷയത്തിൻ്റെ ആഴമറിയാവുന്ന ചിലരുണ്ട്. അവർ നിന്നോടൊപ്പം കാണും. പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ചില മേഖലകൾ ദൈവം പണിയുന്ന രാത്രിയായി രാത്രി. ഓ, വിശ്വസിച്ച് ആമേൻ പറയാൻ പറ്റുന്നവരുടെ കൂടെ നീ നിൽക്കുന്ന സമയം വരാൻ പോകുകയാ. നിന്റെ വിഷയത്തെ അവരുടെ വിഷയമായി കാണുന്നവരുടെ കൂടെ നിൽക്കാൻ പോകുകയാ. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ ഒത്തിരി ആശയങ്ങളും ചിന്തകളും എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. സ്തോത്രം. ഒരു വിഷയം കേട്ടപ്പോൾ അയ്യോ ദൈവമേ, പ്രാർത്ഥിക്കാം സഹോദര സഹോദരി, ദൈവം നല്ലവനാന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ വിടുതൽ കിട്ടുന്നത് കണ്ടപ്പോൾ മനോഭാവം മാറി. അങ്ങനെ നീ രക്ഷപ്പെടണ്ട. പൊളിയും കേട്ടോ. നിനക്കറിയത്തില്ല ആരാ കാവട്യം കാണിക്കുന്നത്, പക്ഷെ ദൈവത്തിന് നല്ലവണ്ണം അറിയാം. കാരണം അവൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാ. ഇന്ന് രാത്രി എല്ലാ ചിരികളും നീ വിശ്വസിക്കരുത്, എല്ലാ വാക്കുകളും വിശ്വസിക്കരുത്. കഴിഞ്ഞ നാളുകൾ ദൈവാത്മാവ് ആരോടോ മുന്നറിയിപ്പായി പറയുകയാ, എല്ലാ ഒഴുക്കുകളും നീ വിശ്വസിക്കരുത്. ചിലതിൻ്റെ പുറകിലൊക്കെ ചതിമറിഞ്ഞ് കിടപ്പുണ്ട്. പക്ഷെ ഇന്ന് രാത്രി നീ കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ മതി. നിനക്ക് കാണാൻ കഴിയത്തില്ല, നിനക്ക് പറയാൻ കഴിയത്തില്ല, നിനക്ക് ഇടപെടാൻ കഴിയത്തില്ല. പക്ഷേ നിനക്ക് വേണ്ടി ഇറങ്ങിപ്പോകാൻ പറയുന്ന, പുറത്താക്കാൻ അധികാരമുള്ള നസ്രേനായ യേശുവിന്റെ നാമം നിനക്ക് വേണ്ടി രാത്രി ചലിക്കുന്ന രാത്രിയാണ്. പണിയട്ടെ കർത്താവ് രാത്രി. ചില കുടുംബങ്ങളെ പണിയട്ടെ, ചില വ്യക്തികളെ പണിയട്ടെ, സഭകളെ ദൈവം പണിയട്ടെ. ഈ കാലഘട്ടത്തിൽ അഭിഷേകത്തിന് ഉണർവുമായി എഴുന്നേൽക്കുന്ന സഭകൾ രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഹല്ലേലൂയ. വിടുതലിൻ്റെ ദൂത് കേൾക്കുമ്പോൾ, ദൈവം വിടുവിക്കുമെന്ന് കേൾക്കുമ്പോൾ കൂടെ നിന്ന് ആമേൻ പറയുന്നവരായിരിക്കണം. ഉടനെ അയ്യോ ഇന്നലെ അങ്ങനെ അല്ലായിരുന്നല്ലോ സംഭവിച്ചതെന്ന് പറഞ്ഞ് പുറകോട്ട് വലിക്കുന്നവരെ അല്ല. യെസ്, ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറയുന്ന കൂടെ നിൽക്കുന്നവരെ. ഈ രണ്ട് വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവിലിക്കുന്ന ഇന്ന് രാത്രി തരുമ്പോൾ ഞാനത് സഭയ്ക്ക് കൈമാറുക. ബാലെ ഉറങ്ങുകയാ, മരിച്ചിട്ടില്ല. അത് സംഭവിക്കും. പരിഹസിക്കുന്നവർ പുറത്താകും. നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവർ പുറത്താകും. നിന്റെ അന്യഭാഷയെ കളിയാക്കുന്നവർ പുറത്താകും. നിന്റെ വചനധ്യാനത്തെ കളിയാക്കുന്നവർ പുറത്താകും. ദൈവം ചിലതിനെ പുറത്താക്കും. ഇന്ന് രാത്രി എഴുതി വെച്ചോ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഞാൻ പറയുന്ന ദൂത് എഴുതി വെച്ചോ. ആമേൻ. ചിലതിനെയൊക്കെ ദൈവം ഈ ദിവസങ്ങളിൽ പുറത്താക്കും. സമയം മുൻപോട്ട് പോയല്ലോ. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചേ. ദൈവം നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നവനാ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഇത് മതി. ഈ ബലത്തോടെ നമുക്ക് ഇന്ന് രാത്രി മടങ്ങാം.